വാർത്തയിലേക്ക്. കേരള സർവകലാശാലയിലെ ബി.ജെ.പി. സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ജാതി അധിക്ഷേപത്തിൽ എസ്.എഫ്.ഐ. പരാതി നൽകി. കേരള സർവകലാശാല പ്രോ ചാൻസലർക്കും എസ്.സി.എസ്.ടി. കമ്മീഷനുമാണ് പരാതി നൽകിയത്. ബി.ജെ.പി. സിൻഡിക്കേറ്റ് അംഗങ്ങളായ ഡോക്ടർ വിനോദ് കുമാർ, ഡോക്ടർ പി.എസ്. ഗോപകുമാർ എന്നിവർക്കെതിരെയാണ് പരാതി. പി സഫാൻ വിവരങ്ങൾ നൽകാനായി ചേർന്നു. സഫാൻ, എന്താണ് എസ്.എഫ്.ഐയുടെ പരാതിയിലെ ഉള്ളടക്കം? അനിഷ, സർവകലാശാല ആസ്ഥാനത്ത് വെച്ച് മാധ്യമങ്ങൾക്ക് ബൈറ്റ് നൽകുന്നതിനിടെ നടത്തിയ ജാതി അധിക്ഷേപ പരാമർശത്തിലാണ് ബി.ജെ.പി. സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കെതിരെ എസ്.എഫ്.ഐ. ഇപ്പോൾ പരാതി നൽകിയിട്ടുള്ളത്. പ്രോസ് ചാൻസലറായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും എസ്.സി.എസ്.ടി. കമ്മീഷനുമാണ് എസ്.എഫ്.ഐ. ജില്ലാ സെക്രട്ടറി എം.എ. നന്ദൻ പരാതി നൽകിയിട്ടുള്ളത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് നൽകിയ പരാതിയിൽ ബി.ജെ.പി. സിൻഡിക്കേറ്റ് അംഗങ്ങളായ ഡോക്ടർ പി.എസ്. ഗോപകുമാറിന്റെയും ഡോക്ടർ വിനോദ് കുമാറിനെയും സിൻഡിക്കേറ്റിൽ നിന്ന് പുറത്താക്കണമെന്നാണ് ആവശ്യം. അതേസമയം പട്ടികജാതി പട്ടികവർഗ അതിക്രമണ നിയമപ്രകാരം കേസെടുക്കണമെന്നാണ് എസ്.സി.എസ്.ടി. കമ്മീഷന് നൽകിയ പരാതിയിൽ പറയുന്നത്. വിഷയത്തിൽ കന്റോൺമെന്റ് എ.സി.പി. അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ എസ്.എഫ്.ഐയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നു. മാധ്യമങ്ങൾക്ക് ബൈറ്റ് നൽകുന്നതിനിടയിലായിരുന്നു ഡീനായ വിജയകുമാരിയുടെ വീട്ടിൽ ദളിതനായ സ്ത്രീയാണ് ഭക്ഷണം നൽകുന്നത്. ഈ വിജയകുമാരിക്കെതിരായ ജാതി അധിക്ഷേപ പരാതിയെ ന്യായീകരിക്കാൻ വേണ്ടിയായിരുന്നു ബി.ജെ.പി. സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇത്തരത്തിലൊരു പരാമർശം ഇന്നലെ നടത്തിയിരുന്നത്. സർവകലാശാല സെനറ്റ് യോഗത്തിന് ശേഷം പുറത്താക്കിയ വി.സി. ഡോക്ടർ മോഹനൻ കുതുമലിന്റെ കാർ തടഞ്ഞതിൽ എസ്.എഫ്.ഐ. പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ എസ്.എഫ്.ഐ. ഈ ജാതി അധിക്ഷേപത്തിൽ ഒരു പരാതിയും നൽകുന്നത്. വി.സിയെ തടഞ്ഞു വെച്ചു ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ന പരാതിയിൽ ചൂണ്ടിക്കാട്ടിയാണ് കേസ് നേരത്തെ എടുത്തിരുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ എസ്.എഫ്.ഐ. ഈ ജാതി അധിക്ഷേപത്തിൽ സർവകലാശാല ആസ്ഥാനത്ത് ബി.ജെ.പി. സിൻഡിക്കേറ്റ് അംഗങ്ങൾ നടത്തിയ ജാതി അധിക്ഷേപത്തിൽ ഇപ്പോൾ പരാതി നൽകിയിട്ടുള്ളത്. അനീഷ, ശരി. വി പി സഫാനാണ് വിവരങ്ങൾ നൽകിയത്.